ഹലോ അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ടൊരു കിഡ്ലൻ സ്നാക്സ് റെസിപ്പിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ക്രിസ്പി, നല്ല ക്രഞ്ചി. നിങ്ങൾക്ക് പപ്സ് ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പപ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് പപ്സ് കൂടെ അത്രയും നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അത്രയും ഉറപ്പായിട്ട് പറയാം, നല്ല അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിക്കോ. ഞാനിപ്പോൾ ഫസ്റ്റ് ഇവിടെ 3 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 240 മെഷർമെൻറ്റ് കപ്പിൻ്റെ 240 ml മെഷർമെൻറ്റ് കപ്പിന് ഞാൻ 3 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ സോൾട്ട് ആഡ് ആക്കിയിട്ടുണ്ട്, ടേസ്റ്റ് അക്കോർഡിങ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ആഡ് ആക്കിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നന്നായി മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് കുറച്ച് വാട്ടർ നമുക്ക് വെള്ളം കുറച്ച് ആഡ് ആക്കിയിട്ട് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കണം. പിന്നെ നല്ല സോഫ്റ്റായിട്ട് ഡോ തയ്യാറാക്കി എടുക്കണം. നന്നായിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഇതേ രീതിക്ക് നമുക്ക് മാവ് മസാജ് ആക്കിയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് നന്നായി മാവ് കുഴച്ചെടുക്കണം. ഇത് പ്രത്യേകിച്ചിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ നല്ല ഇതായിപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ആക്കുമ്പോൾ ഒല്ല തൊട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് എല്ലാ വീഡിയോത്തും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും. ഇനി മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഓയിൽ ഗ്രീസ് ആക്കിയിട്ട് ഇതേപോലത്തെ നമുക്ക് ടോപ്പത്തെ ഭാഗം നമുക്ക് ഡ്രൈ ആവാൻ പാടില്ല പറഞ്ഞിട്ട് ഇതിൽ മേലെ നമുക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ആക്കിയിട്ട് നന്നായിട്ട് നമുക്ക് മൂടി വെക്കണം, കവറാക്കി എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ഇതിലേക്ക് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഞാൻ ചിക്കൻ വേവിച്ച് എടുത്തിട്ടുണ്ട്, ബോയിലാക്കി എടുത്തിട്ടുണ്ട്, സോൾട്ട് ചേർത്തിട്ട്. ഇനി ഇതിലേക്ക് ഇതേപോലെ തന്നെ ഞാൻ ചിക്കൻ ഷ്രെഡാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 300 ഗ്രാം ചിക്കനാണ്, ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. കുറച്ച് മാവ് നമുക്ക് റേസ്റ്റ് ആവുന്ന വരെ നമുക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണ് നെയ്യും ഓയിലും പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണായിട്ട് വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളക് പേസ്റ്റ്. അപ്പോൾ ഞാൻ 2 പച്ചമുളക് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര എരിവ് ഇഷ്ടമാണ് അതിൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സോൾട്ടും പിന്നെ എരിവ് നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് ആഡ് ആക്കണം. പിന്നെ വലിയ ഉള്ളി ഞാൻ ഇതിലേക്ക് കുറച്ച് ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ഞാൻ ഉപ്പ് ആഡ് ആക്കിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണായിട്ട് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂണായിട്ട് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി. ഇത്ര മസാല നമുക്ക് ആഡ് ആക്കിയിട്ട് ഇനി നന്നായിട്ട്, പക്ഷേ വലിയ ഉള്ളിക്ക് നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പച്ച മണം ഇതൊക്കെ മാറിക്കിട്ടുന്ന വരെ മാത്രം നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണായിട്ട് ഗരം മസാല പൊടിയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണായിട്ട് സോയ സോസും പിന്നെ 1 ടീസ്പൂണ് വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇനി വിനാഗിരി ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ആക്കിയാൽ മതി, ഒരു നാരങ്ങൻ്റെ നീര് പിഴിഞ്ഞ് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്ക് ഈ ചിക്കൻ നമുക്ക് നേരത്തെ ബോയിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ വേവിക്കുമ്പോൾ കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ സോയ സോസിൽ ഇതൊക്കെ ഉപ്പ് ഉണ്ടാവും, അത് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ആഡ് ആക്കണം, അല്ലാണ്ട് ഒരുപാട് കൂടിപ്പോവും ചാൻസ് ഉണ്ടാവും ഉപ്പിൻ്റെ. ഇനി നന്നായിട്ട് 2 മിനിറ്റ് ഇങ്ങനെ മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഫ്രഷ് മല്ലിയില, കുറച്ച് പുതിനയില, മല്ലിയില ഫ്രഷ് ആയിട്ട് നമുക്ക് കുറച്ച് ആഡ് ആക്കണം, ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഇപ്പോൾ ഫില്ലിങ് നമുക്ക് പെട്ടെന്ന് തയ്യാറായി കിട്ടും. എല്ലാം നമുക്ക് ചിക്കൻ നേരത്തെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് തണുപ്പാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുപ്പാക്കി എടുക്കണം. ഇനി നമുക്ക് ഒരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാത്രത്തിൽ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് മൈദപ്പൊടിയില്ല, കോൺഫ്ലവറാണ്. പിന്നെ 1 ടീസ്പൂണായിട്ട് ബേക്കിംഗ് പൗഡറാണ്. ഇത് ബേക്കിംഗ് സോഡ ഇല്ല, ബേക്കിംഗ് പൗഡറാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണിന് ഓയിൽ വേണം കേട്ടോ, ഇത് നെയ്യ് വേണം കേട്ടോ. നമുക്ക് ഓയിലില്ല, നെയ്യ് വേണം. ഇനി ഒരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം കേട്ടോ. ഒരുപാട് കട്ടി വേണ്ട, ഒരുപാട് ലൂസ് വേണ്ട, പാകത്തിൽ ഒരു നമുക്ക്
പേസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടെ നെയ്യ് കുറച്ച് കമ്മി തോന്നുമ്പോൾ ഞാൻ കുറച്ചുകൂടെ നെയ്യ് ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. ഇതാ നമുക്ക് ഗ്രീസ് ആക്കുമ്പോൾ ഈ മാവ് ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് 2 മിനിറ്റിൻ്റെ ജസ്റ്റ് ഒന്നിങ്ങനെ മസാജ് ആക്കിയിട്ട് കുറച്ചുകൂടി സോഫ്റ്റ് ആക്കി എടുക്കണം മാവൊക്കെ. അപ്പോൾ ഇതേപോലത്തെ ഒരേ അളവിൽ നമുക്ക് ഉരുണ്ട തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് വലുത് വേണ്ട, ഒരുപാട് ചെറുത് വേണ്ട, ഒരു മീഡിയമായിട്ട് ഇതിൻ്റെ ഉരുണ്ട തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇത്രയും മാവിലേക്ക് ഞാൻ ഒരു 9 ഉരുണ്ട ഇവിടെ ഞാനിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 to 15 മിനിറ്റ്സിൻ്റെ റെസ്റ്റ് കൊടുക്കണം. 10 to 15 മിനിറ്റ്സ് റെസ്റ്റ് ആക്കിയ ശേഷം ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മടക്കി കൊടുക്കണം. ഇപ്പം നമുക്ക് ഈ കുറച്ച് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ് കേട്ടോ ഇത്. കുറച്ച് ലോങ് പ്രോസസ്സ് ഉണ്ട്. പക്ഷേ സംഭവം അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല സംഭവം വേണമെങ്കിൽ ടേസ്റ്റായിട്ട് ഒരു ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് എന്തായാലും നമുക്ക് അത്രയും കുറച്ചുകൂടെ ക്ഷമ വേണം. അപ്പോൾ ഇനി ഇതേപോലത്തെ ഞാനിപ്പോൾ കയ്യിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ പിന്നെ നമുക്ക് ഈ പേസ്റ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ടല്ലേ, ഈ പേസ്റ്റ് ഇതിൽ ഉള്ളിൽ നന്നായി പ്രസ്സാക്കിയിട്ട് ഇതേപോലത്തെ ഇനി വൺ സൈഡ് കൂടെ പിന്നെ ഇത് സെക്കൻഡ് സൈഡ് പിന്നെ ഇതേപോലത്തെ നമുക്ക് ഇനി മടക്കി കൊടുക്കണം. അപ്പോഴാണ് ഇത് നമുക്ക് നല്ലൊരു ലെയർ കിട്ടും കേട്ടോ. ഇതാണ് പ്രത്യേകിച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രോസസ്സ് നിങ്ങൾക്ക് എന്തായാലും ഫോളോ ചെയ്യണം. പിന്നെ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ട. നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ചാക്കിയാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് റിസൾട്ട് കിട്ടും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഇതേപോലത്തെ നമുക്ക് കയ്യിൽ പരത്തിയെടുക്കാൻ കിട്ടിയില്ലെങ്കിൽ ഇതേപോലത്തെ നമുക്ക് ഒരു റോളിംഗ് ബോർഡ് ഇങ്ങനെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. പിന്നെ ഇതേപോലത്തെ നമുക്ക് ഈ പേസ്റ്റ് ഇതിനുള്ളിൽ എല്ലാ സൈഡിലൂടെ നമുക്ക് ഗ്രീസാക്കി എടുക്കണം. എന്നിട്ട് ഇതേപോലത്തെ ഒന്നുകൂടെ മടക്കി കൊടുക്കണം. ഇതേപോലത്തെ മടക്കി കൊടുത്ത ശേഷം കൂടെ നമുക്ക് 10 to 15 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് കൊടുക്കണം. ഈ റേസ്റ്റിംഗ് ടൈം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം ഇതാണ് കേട്ടോ, പാട്ടാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കളയാൻ നിൽക്കണ്ട. ഇനി വൺ ടൈം നമുക്ക് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് മടക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതൊക്കെ നമുക്ക് ഓയിൽ നെയ്യ് ഇതൊന്നും ഗ്രീസ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് വെറുതെ ഒരു ഉരുണ്ട എടുക്കുക, ഇതേപോലത്തെ പരത്തി കൊടുക്കുക. ഒരു ചെറിയ പൂരിൻ്റെ അളവത്തിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് മടക്കി വയ്ക്കുക. ഇത്രയും നമുക്ക് 2 പ്രാവശ്യം ഇതേപോലത്തെ ഫസ്റ്റത്തിൽ മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഗ്രീസ് ആക്കണം. രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് മടക്കി കൊടുക്കുമ്പോൾ ഇതേപോലത്തെ ജസ്റ്റ് വെറുതെ ഒന്ന് നമുക്ക് ഗ്രീസാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഓയിലോ ബട്ടറോ നെയ്യോ ഇതൊന്നും ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇപ്പോൾ വെറുതെ നമുക്ക് മടക്കി കൊടുക്കണം. അപ്പോൾ ഈ 2 പ്രാവശ്യം നമുക്ക് ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. അപ്പോൾ ഇത് കണ്ട ഉള്ളിൽ എയർ ഇതൊക്കെ ആയിട്ടുണ്ടല്ലേ, അതാണ് നമുക്ക് ലെയറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇപ്പോൾ ഇവിടെ മടക്കിയിട്ട് ഇപ്പോൾ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് 2 പ്രാവശ്യം കൂടെ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 10 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് കൊടുക്കണം. ഇനി 10 മിനിറ്റ്സ് റെസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഒരു ഉരുണ്ട എടുക്കാം. ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുക്കാം. ചെറിയൊരു പൂരി ഉണ്ടാക്കില്ലേ നമുക്ക്, അതേപോലത്തെ നമുക്ക് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് ഫില്ലിങ് സ്റ്റഫ് ആക്കി കൊടുക്കാം. അപ്പോൾ നേരത്തെ നമുക്ക് ചിക്കൻ ഫില്ലിങ് ആക്കിയിട്ടുണ്ടല്ലേ, അപ്പോൾ വേണമെങ്കിൽ ഫില്ലിങ്ങിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കെച്ചപ്പോ മയോണൈസോ പിന്നെ വേണമെങ്കിൽ ക്യാബേജ് ഇതൊക്കെ ചേർത്തി കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടത്തിൽ പച്ചക്കറി ഇതൊക്കെ ആഡ് ആക്കാം. പക്ഷേ ഞാൻ ഇന്ന് വെറും ചിക്കനിൻ്റെ ഫ്ലേവർ മാത്രം വെച്ചിട്ടുണ്ട്. ചിക്കൻ കച്ചോറി അല്ലേ, അപ്പോൾ ഞാൻ ഇതന്നെ ഇപ്പോൾ ഇതിലത്തെ പേര് ചിക്കൻ കച്ചോറി തന്നെ. പക്ഷേ സംഭവം നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എന്തായാലും ഇത് ഒരു പ്രാവശ്യം ഇഫ്താർ സമയത്തോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സിന് നിങ്ങൾക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്നിട്ട് ഇതേപോലത്തെ ഞാൻ ഇനി ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. ഒരു ഉരുണ്ട എടുക്കുക, ഇതേപോലത്തെ ലൈറ്റ്ലിയായിട്ട് മെല്ലായിട്ട് ഇങ്ങനെ ജെൻറ്റിലായിട്ട് ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് ഇതേപോലത്തെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ആഡ് ആക്കിയിട്ട് എല്ലാ സൈഡും കൂടെ നമുക്ക് ഇതേപോലത്തെ കവറാക്കി ചെയ്തെടുക്കുക. ഒന്നും തുറന്ന് വെക്കേണ്ട നന്നായിട്ട്. പിന്നെ ഒന്നും പക്ഷേ ഇതൊന്നും എടുത്തിട്ട് അല്ലെങ്കിൽ ഒന്നും ഒട്ടിക്കേണ്ട ഇതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ആക്കി വെച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇനി റൗണ്ട് ആക്കിയിട്ട് ജസ്റ്റ് ഫ്ലാറ്റ് ആക്കിയാൽ മതി. ഇനി നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് കൊടുക്കണം. ഇനി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചട്ടിക്ക് ഓയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഓയിൽ ആഡ് ആക്കിയ ശേഷം ഞാനിപ്പോൾ ഇതാ ഫിംഗർ അതിനുള്ളിൽ ഞാൻ ഡിപ്പാക്കില്ലേ, അപ്പോൾ എത്ര ചൂടുണ്ടാവും ഈ സ്റ്റേജിൽ നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചേർത്തി കൊടുക്കണം. ഒന്നും ഓയിൽ ചൂടാവാൻ പാടില്ല,
ഒന്നും അങ്ങനെ ചൂടാവണം, നല്ല ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഓയിൽ ചൂടാക്കണം, ഇതൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതേപോലത്തെ എങ്ങനെ നമുക്ക് ഓയിൽ മെല്ലെ മെല്ലെ ചൂടായി വരില്ല, അതേപോലത്തെ ഇത് ഫ്രൈ ആയിട്ട് മേലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. അത് കാരണം വരെ നമുക്ക് ഇങ്ങനെ ഓയിലിൽ ഇട്ട് വയ്ക്കുക, ചേർത്തി കൊടുക്കുക. എന്നിട്ട് ബാക്കി പണിക്ക് നിൽക്കുക. അവിടെ അടുത്തൊന്ന് നിന്നിട്ട് ഇതൊന്നും ഇങ്ങനെ നോക്കട്ടെ, ഇതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് വൺ സൈഡ് കൂടെ നമുക്ക് ഇതേപോലത്തെ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേപോലത്തെ ഒന്ന് ലൈറ്റായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കിട്ടുമ്പോൾ നമുക്ക് അറിയുമല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു കളറായിട്ടുണ്ട്. ജസ്റ്റ് ആ സമയത്ത് മാത്രം നമുക്കൊന്ന് തിരിച്ച് മറിച്ചായിട്ട് മടക്കി കൊടുത്ത് നമുക്ക് അങ്ങനെ ക്ലിപ്പാക്കിയിട്ട് തിരിച്ച് ടേൺ ആക്കിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇതേപോലത്തെ ഫ്രൈ ആക്കി എടുക്കണം. ആകെ പിന്നെ നമുക്ക് 10-15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതേപോലത്തെ നമുക്ക് ഇനി ബാക്കി ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതേപോലത്തെ ലോ ഫ്ലെയിമിൽ ബാക്കിയെല്ലാം ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നല്ല അടിപൊളി നല്ല ക്രിസ്പി സ്നാക്സ് അതങ്ങനെ ലെയർ ആയിട്ട് നമുക്ക് മാറ്റി കിട്ടും. എത്ര ക്രിസ്പി ഉണ്ട്, നല്ല ക്രഞ്ചി ഉണ്ട്, എനിക്ക് എനിക്ക് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായതാ എത്ര ക്രിസ്പി സ്നാക്സ് ആണോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ സൗണ്ട് കേട്ടിട്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ സംഭവം. ഇത് നല്ല അടിപൊളി സ്നാക്സ് തന്നെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കണ്ട. പിന്നെ ഇതുവരെ നിങ്ങൾക്ക് പിന്നെ വീഡിയോ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഫാമിലി, ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, പിന്നെ നിങ്ങൾക്ക് ഗസ്റ്റിന് എല്ലാവർക്കും ഇത് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതൊക്കെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ആക്കാൻ നിങ്ങൾ തീരെ മറക്കണ്ട. എല്ലാവരും ഇഫ്താർ സമയത്ത് ഇതൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല അടിപൊളി കിഡ്ലൻ സ്നാക്സ് റെസിപ്പി തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ തീരെ മറക്കണ്ട. ഇനി ഇതേപോലത്തെ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് നല്ല അടിപൊളിയായിട്ടൊരു കിഡ്ലൻ റെസിപ്പി കൊണ്ടുവരാം പുതിയ വീഡിയോയിലേക്ക്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. സ്റ്റേ ഹാപ്പി. അസ്സലാമു അലൈക്കും.